അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ. 1447 മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഹിജ്റ നടന്നത് നമുക്കൊക്കെ അറിയാം. 1447 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയിട്ടുള്ള ആ ഒരു പാലായനത്തെയാണ് ഹിജ്റ എന്ന് പൊതുവെ നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് അബസീനിയയിലേക്ക് പാലായനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലായനത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നടത്തിയിട്ടുള്ള ആ ഒരു യാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് നമ്മളെ ജീവിതത്തിലെ പ്രതിസന്ധി വേളകളിൽ നമുക്ക് കരുത്തോടുകൂടി പതറാതെ മനസ്സ് തളരാതെ മുന്നോട്ട് പോകാൻ ആ ഒരു വാക്ക് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ജീവിതം എപ്പോഴും സന്തോഷത്തിൻ്റെ ആ ഒരു അവസ്ഥയിലായിരിക്കില്ല ഉണ്ടാവുക അല്ലേ. നമ്മളെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതല്ലല്ലോ. ചില സമയത്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരും. ചിലപ്പോൾ നമ്മൾ രോഗിയായിത്തീരും, നമ്മുടെ മക്കൾ രോഗിയായിത്തീരും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പ്രതിസന്ധികളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് നമ്മളെ തേടിയെത്തുമ്പം മനസ്സ് തളരും. നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ഒരു നിഷ്ക്രിയത്വം നമുക്ക് വരും. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു സൈഡിലിങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ചിലപ്പം അതിൻ്റെ ആ ഒരു കാഠിന്യം വർദ്ധിച്ച് ശരീരത്തിന് വേദനകളായി, ചിലപ്പോൾ മാനസിക രോഗങ്ങളായി, ചിലരെ അത് ആത്മഹത്യകളിലേക്ക് വരെ തള്ളിവിടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ്? നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നതാണ്. അപ്പോൾ ഈ മനസ്സ് തളരാതിരിക്കുന്നതിന് എന്തൊക്കെയാണ് മാർഗങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമാണ് എന്ന്. ഇപ്പോൾ നമ്മളെ ശരീരത്തിന് ക്ഷീണം ബാധിച്ചാൽ നമ്മളെന്താ സാധാരണ ചെയ്യുക? നമ്മൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. ഇതുപോലെ നമ്മുടെ മനസ്സ് തളരുമ്പം ആ മനസ്സിനെയും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് പവർ ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ ഒരു സമയത്ത് അവിടെയുള്ള ആ ഒരു പശ്ചാത്തലം എന്നുള്ളത് ഒരു സമാധാനപൂർണമായിട്ടുള്ള പശ്ചാത്തലമായിരുന്നില്ല. ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടുന്നതിന് വേണ്ടി മക്കയിൽ ഉടനീളം പരതി നടക്കുന്നുണ്ടായിരുന്നു. നബിയെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് വലിയ പാരിതോഷികങ്ങളായിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത്. 3 ദിവസം അവരവിടെ ഒളിച്ചിരുന്നു. അപ്പോൾ ഈ സമയത്ത് ശത്രുക്കൾ ആ ഗുഹയുടെ അടുക്കലേക്കൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവർ ഈ ഗുഹയുടെ അടുക്കലൊക്കെ വന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത്, പരിശോധിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ചയിൽ ഇതിങ്ങനെ കാണുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ആദ്യം വന്നു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മൾ പിടികൂടപ്പെടുമല്ലോ എന്ന്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതായത് നമ്മളെങ്ങനെ ബുദ്ധി കൊണ്ട് നോക്കുന്ന സമയത്ത് ഇനി ഒരു രക്ഷയുമില്ല, ഭർത്താവ് മരണപ്പെട്ടു, 3 കുട്ടികളാണ്, ഒരുപാട് കടമുണ്ട്, അല്ലെങ്കിൽ കുട്ടിയെ കല്യാണം കഴിക്കാനുള്ള പ്രായം എത്തിയിട്ടുണ്ട്, രോഗം വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഇങ്ങനെ നമ്മളെ സാഹചര്യങ്ങൾ ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വഴിയൊന്നുമില്ല എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് വരും. ഇതേപോലെ തന്നെയുള്ള ഒരു സാഹചര്യമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പശ്ചാത്തലം എന്നുള്ളത്. അതായത് ശത്രുക്കൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നത് ഇവരിങ്ങനെ കാണുക. അപ്പോൾ ആ മനസ്സിൽ നിന്നുള്ള ആശങ്ക, അതാണ് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുന്നത്. ആ ശത്രുക്കളൊന്ന് താഴ്ന്നു നോക്കിയാൽ നമ്മളെ പിടികൂടുമല്ലോ എന്നുള്ളത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആശങ്ക അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതല്ല, നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ആ ഒരു ആശങ്കയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ
ആ ആശങ്കക്ക് മറുപടിയായി പറഞ്ഞു, മാ ദന്നക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, താങ്കൾ എന്താണ് വിചാരിച്ചത് ഒരു രണ്ടാളെക്കുറിച്ച്, മൂന്നാമതായി അവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ളത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, നിശ്ചയമായും അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന്. അപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി തീരുന്ന ഒരു അവസ്ഥയിൽ സാമ്പത്തിക പ്രയാസം വന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു, മക്കളുടെ സാഹചര്യം, പഠന സാഹചര്യമൊക്കെ പ്രതികൂലമായിരിക്കുന്ന അവസരത്തിൽ മനസ്സ് തളർന്ന് വഴികളില്ല, വാതിലുകളെല്ലാം അടഞ്ഞ് എന്ന് നിരാശ ബാധിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ നമുക്ക് എത്രത്തോളം അത് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പതറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഉമ്മയും കുട്ടിയും സ്കൂളിലേക്ക് പോവാണ്. ഏകദേശം സ്കൂളിൻ്റെ അടുത്തെത്താനായി. അപ്പം ഒരു ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് കടക്കാൻ. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് ഉമ്മ ഇങ്ങനെ നിന്ന് മകനോട് പറഞ്ഞു, മോനെ, ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ആ ഗ്രൗണ്ടിലൂടെ അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു നായ വന്നിട്ട് ആ കുട്ടിയുടെ നേർക്ക് ഇങ്ങനെ ഒരു നായ വന്നു. അപ്പോൾ ആ കുട്ടി പേടിച്ചിട്ട് ഉമ്മയുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ ഉമ്മ ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു, ഒരു കല്ലെടുത്തിട്ട് ആ നായയെ എറിഞ്ഞു. നായ ആ കല്ലെടുത്ത് എറിഞ്ഞപ്പം ആ നായ ഓടിപ്പോയി. ഉമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഇജ്ജ് ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇനി ആ നായ വന്നാൽ ആ നായയെ ഉമ്മ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ പോണത് ഉമ്മ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ധൈര്യമായി. കുട്ടി എന്ത് ചെയ്തു, വീണ്ടും ആ ഗ്രൗണ്ടിലൂടെ അങ്ങനെ നടന്ന് സ്കൂളിലെത്തി. ഇവിടെ ആ കുട്ടിക്ക് ധൈര്യം നൽകിയത് എന്താണ്? ഉമ്മ, ആ നായ വന്നാൽ ഉമ്മ അതിനെ നേരിടും എന്നുള്ള, ഉമ്മക്ക് ആ നായയെ നേരിടാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. രണ്ട്, ഞാനിങ്ങനെ ഈ നടന്നു പോകുന്നത് ഉമ്മ കാണുന്നുണ്ട്, ഉമ്മ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ബോധമാണ് ആ കുട്ടിയെ ആ ഒരു ഭയത്തിൽ നിന്ന്, ആ ഒരു പേടിയിൽ നിന്ന് അതിനെ അതിജയിക്കാൻ ആ കുട്ടിക്ക് സഹായകമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അള്ളാഹുവിലേക്ക് ഒന്ന് നോക്കിയാൽ, നമ്മളെ ജീവിതത്തിൽ ഭയങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമുക്കും ഓടിച്ചെല്ലാൻ അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണമെന്ന, ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുവിൻ. അപ്പം നമ്മളെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരും. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും പല ഫോൺ കോളുകളും പ്രതിസന്ധികൾ ഇങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അപ്പം ഈ പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലാണ്, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന്. ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസി ഒറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ രണ്ടാളല്ല, നമ്മളോടൊപ്പം മൂന്നാമതായിട്ട് അള്ളാഹു ഉണ്ട് എന്ന്. അപ്പോൾ നമ്മളും രണ്ട് കുട്ടികളുമാണെങ്കിൽ നമ്മൾ മൂന്നാളുകൾ മാത്രമല്ല, നാലാമതായിട്ട് അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് ഒറ്റപ്പെടലുകൾ സംഭവിക്കില്ല. അള്ളാഹുവിനെ കുറിച്ച് ആ ഒരു ബോധം നമുക്കുണ്ട് എങ്കിൽ, നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത് എങ്കിലും അതൊക്കെ പരിഹരിക്കാൻ കഴിവുള്ള റബ്ബ് എന്നോടൊപ്പമുണ്ട്. അവൻ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്തത്, ഞാൻ ചെയ്ത കച്ചവടം തകർന്നത്, അതല്ലെങ്കിൽ എൻ്റെ മറ്റു പ്രതിസന്ധികൾ, എനിക്ക് രോഗങ്ങളായത്, ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനും അവന് കഴിയും. ആ ഒരു ബോധം നമുക്കുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹിജ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വർഷങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാം നടത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിയരെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈജിപ്തിൽ അന്ന് ഭരിച്ചിരുന്ന ഫിറഔനിൻ്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ഇസ്രായേലിയർ വിധേയരായി തീരുകയായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് കുറച്ച് യാത്ര ചെയ്തപ്പോൾ ഈ വിവരം ഫിറഔൻ അറിഞ്ഞു. ഫിറഔന് അയാളുടെ പട്ടാളക്കാരെയും കൂട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാമയെയും ഇസ്രായേലിയരെയും പിടികൂടാൻ വേണ്ടി അവരെ ഫോളോ ചെയ്തു. ഇസ്രായേലിയരിങ്ങനെ കാണുകയാണ് ഫിറഔനും പട്ടാളക്കാരും ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിൽ ചെങ്കടലും. അപ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ രക്ഷപ്പെടാൻ യാതൊരു വഴികളില്ല.
അങ്ങോട്ട് ഓടിയാൽ അവിടെ ഫിറോൻ പിടികൂടും, ഇങ്ങോട്ടാണെങ്കിൽ കടൽ. ഇതേപോലെ സാഹചര്യങ്ങൾ നമ്മളിലേക്കും വരും. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഇനി ഒരു മാർഗങ്ങളില്ല, പൈസ തീർന്നു പോയി, കടങ്ങൾ ഒരുപാടുണ്ട്, മക്കൾ വലുതായി വരുന്നുണ്ട്, വീട് പണി പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഒരു ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ വരും. ഇതേപോലെയായിരുന്നു ഇസ്രായേലരുടെ മനസ്സിലും ഉണ്ടായിരുന്നത്. അവരുടെ മനസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യം അവർ മൂസാ നബി അലൈഹി സ്വലാമയോട് ചോദിച്ചു, യാ മൂസ ഇന്നാല മുദ്റക്കൂൻ, മൂസ നമ്മളിപ്പം പിടികൂടപ്പെടുമല്ലോ എന്ന്. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി, കല്ലാ ഇന്നമായി റബ്ബി സയഹ്ദീൻ, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ തീർച്ചയായും എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളത്. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുന്ന സമയത്ത്, നമ്മുടെ മനസ്സിന് ഇരുട്ടുബാധിക്കുന്ന സമയത്ത് തളർന്നിരിക്കാതെ അവിടെ നമുക്ക് കരുത്തായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ നമുക്ക് വെളിച്ചമായിട്ട് മാറണം, നമുക്കത് കരുത്തായിട്ട് മാറണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇത് ലോകാവസാനം വരെ മനസ്സ് തളർന്ന് വഴികളെല്ലാം അടഞ്ഞ് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കുന്ന പതിനായിരങ്ങൾക്ക് വെളിച്ചമേകാൻ അള്ളാഹു ഖുർആനിലൂടെ ഈ ആയത്ത്, അന്ന് മൂസാ നബി അലൈഹി സ്വലാം കുറച്ച് ആളുകളോട് പറഞ്ഞ ആ വാക്കുകൾ ഖുർആനിലൂടെ അള്ളാഹു നിലനിർത്തിയത്. ഇത് നമ്മുടെ ജീവിതത്തിലും വെളിച്ചമായിട്ട് തീരണം. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതെന്താ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ, നമുക്ക് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചിരുന്ന നമ്മളെ മനസ്സ് തളർന്നു പോകും. നേരെ മറിച്ച് പ്രശ്നങ്ങൾക്ക് എനിക്ക് എന്ത് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു പ്രതികൂല സാഹചര്യം നമ്മൾക്ക് വന്നു, രോഗമാവാം, മരണമാവാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാവാം, മറ്റെന്തെങ്കിലും ആവാം. നമ്മൾക്ക് ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ ആ പ്രതികൂല സാഹചര്യത്തെ ഒന്നാമതായിട്ട് നമ്മൾ ഉൾക്കൊള്ളുകയാണ് ആദ്യം വേണ്ടത്. എനിക്ക് രോഗം വന്നു, രോഗം മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും വരുന്നൊരു സംഗതിയാണ്, അത് തന്നെയാണ് എനിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രോഗം എനിക്ക് ബാധിച്ചത് ഇതുമൂലം എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും എനിക്ക് സ്വർഗപ്രവേശനത്തിനും ഒരു കാരണമായിട്ട് അള്ളാഹു എൻ്റെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് എന്ന് നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയും അതിൽ തൃപ്തിപ്പെടുകയുമാണ് വേണ്ടത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ രോഗത്തിന് വല്ല ചികിത്സയുമുണ്ടോ, ഇതിനേത് ഡോക്ടറെ കാണിക്കണം എന്നുള്ള രീതിയിൽ ആ രോഗം ചികിത്സിക്കാൻ ഭൗതികമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ തേടണം. അത് ഒരു രോഗം, ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞു, അതൊരു മരണം സംഭവിച്ചു, നമ്മളെ വീട്ടിലുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ആളുകളും മരണപ്പെടാനുള്ളതാണ്. ചിലരെ അള്ളാഹു അവർക്ക് ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആയുസ് നൽകും, ചിലരെ അത്ര നൽകൂല, ചിലരെ 28-ാമത്തെ വയസ്സിലോ 35-ാമത്തെ വയസ്സിലോ അള്ളാഹു മരിപ്പിക്കും. അപ്പം ഈ മരണം, ഒരു മനുഷ്യൻ്റെ ആത്മാവ് പിടിക്കുക എന്നുള്ളത് എൻ്റെ കൺട്രോളിൽ, നമ്മുടെ ആരുടെയും കൺട്രോളിൽ പെട്ടതല്ല, അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം നടക്കുന്നതാണ്. ആ ഒരു നടപടി അത് നമ്മുടെ വീട്ടിലും അത് നടന്നു കഴിഞ്ഞു. ഇനി ആ മരിച്ച ആളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നത് മൂലം മരിച്ച ആൾക്ക് ഒരിക്കലും തന്നെ റൂഹ് രണ്ടാമത് വരൂല. നേരെ മറിച്ച് ഈ സാഹചര്യത്തിൽ എൻ്റെ വീട്ടിലുള്ള അവസ്ഥകളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും, അതിന് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം ഇത് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പം നമ്മളെ നമ്മളെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. എന്നിട്ട് ഇനി വരുമാന മാർഗം, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ എന്തെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്കില്ല് പഠിച്ചാൽ എനിക്ക് വരുമാന മാർഗം കിട്ടുമോ? അതല്ലെങ്കിൽ കുട്ടികൾക്ക് കുട്ടികളെ ചെലവിനും മറ്റു കാര്യത്തിനും എവിടെ നിന്നെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ ചെലവ് മുമ്പുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ മാസത്തിൽ എനിക്ക് വരുമാനമില്ല. അപ്പോൾ ഈ ഉള്ള പൈസ കൊണ്ട് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതിന് ഞാൻ എൻ്റെ വീടിൻ്റെ പറമ്പിൽ എന്തെങ്കിലും ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ നടത്തി അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്കുണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ നമ്മളെ സാഹചര്യത്തെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഇതോടുകൂടി മുഴുവൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരിക്കലും തന്നെ തളർന്നിരിക്കുകയല്ല വിശ്വാസികൾ ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു.
നമ്മളെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മളൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുകയും കേൾക്കുകയും, നമ്മുടെ മക്കൾ വീട്ടിൽ നമ്മളോട് ഒരു സ്കൂൾ ഫീസ് ചോദിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം വാങ്ങിത്തരണം എന്ന് പറയുന്നത് പോലും നമ്മുടെ കുടുംബക്കാരോ അയൽവാസികളോ അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മുടെ മക്കൾക്ക് പല ആഗ്രഹങ്ങളും അവർ പറയുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. പിന്നെ നമ്മൾക്ക് എന്താണ് ഇങ്ങനെ ചില പ്രതിസന്ധികൾ? നമ്മളെ ഇബാദത്തെടുക്കുന്നു, നമ്മൾ നല്ല ജീവിതം നയിക്കുന്നു, എന്നിട്ടും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയല്ലോ എന്ന് പല ആളുകളും പറയും. അല്ലെങ്കിൽ എല്ലാ കഷ്ടക്കാലും ഒക്കെ ഒരുമിച്ച് ഒപ്പരാണല്ലോ വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും എന്നുള്ളത് ഈ ദുനിയാവിൽ അള്ള വെച്ച ഒരു സിസ്റ്റാണ്. ഈ ഭൂമിയിൽ ശാശ്വത സന്തോഷത്തിൻ്റെ ലോകം ഈ ഭൂമിയല്ല, അത് സ്വർഗമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മളെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് വന്നത് ഒരു രോഗമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വന്നത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവിനെ വളരെ ചെറുപ്പത്തിൽ മരണപ്പെടുത്തിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ എൻ്റെ മക്കളെ രോഗികളാക്കി മാറ്റിയിട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നിശ്ചയിക്കുന്നത് അള്ളാഹുവിന് നമ്മളോട് വെറുപ്പോ വിദ്വേഷമോ കോപമോ ഉണ്ടായതുകൊണ്ടല്ല. ഒരു വിഭാഗത്തെ അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുമ്പോഴാണ്. ഇദാ ഹബ്ബല്ലാഹു കൗമൻ ഇബ്തലാഹും, ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ അള്ളാഹു പരീക്ഷിക്കുമെന്നോ. അപ്പം ഈ ഒരു സെൻസിൽ, ഈ ഒരു വീക്ഷണത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാണ്. ഈ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളിപ്പോൾ രോഗം നമുക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗം എന്നുള്ളത് അള്ളാൻ്റെ പരീക്ഷണമാണ്. നമ്മുടെ വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, മരണം എന്നുള്ളത് അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾക്ക് പല ഭയങ്ങളും പേടികളുമുണ്ട്, ഈ പേടി എന്നുള്ളത് അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്, ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ്. നാളെ ശാശ്വതമായിട്ട് ജീവിക്കാനുള്ള സ്വർഗം ലഭിക്കുന്നതിനുള്ള കാരണങ്ങൾ അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാനുള്ള കാരണങ്ങളാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് മാനസികമായിട്ട് കരുത്ത് ലഭിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെന്നും മനസ്സ് ഇങ്ങനെ തളർന്ന് ശരീരത്തിൽ അവിടെ വേദന ഇവിടെ വേദന, തലവേദന മാറുന്നില്ല, ഒരു പണിയും എടുക്കാൻ തോന്നണില്ല, ഇങ്ങനെ ഉള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഭർത്താവ് മരണപ്പെട്ടു, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നു, പക്ഷെ അള്ളാഹു എന്നോടൊപ്പമുണ്ട്, ഞാൻ ജീവിക്കും, അന്തസ്സോടുകൂടിയും ഇസ്സത്തോടുകൂടിയും ഈമാനോടുകൂടി ഞാൻ ജീവിക്കും എന്നുള്ള ആ ഒരു ഈമാനികമായിട്ടുള്ള കരുത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്ക് അള്ള ഉണ്ടെങ്കിൽ പിന്നെ ലോകത്തെല്ലാവരും നമ്മളെ കൈവടിഞ്ഞാലും ഒരു പ്രശ്നമില്ല. അള്ള നമ്മളോടൊപ്പം ഇല്ലെങ്കിലോ നമ്മളോടൊപ്പം ആരുണ്ടായിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾക്ക് മാനസികമായിട്ട് കരുത്ത് നൽകാൻ ഈ രണ്ട് പ്രവാചകന്മാരുടെയും വാക്കുകൾ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.